അപ്പോൾ നമുക്ക് നോക്കാം. LDCയുടെ സിലബസിൽ പെടാത്ത അല്ലെങ്കിൽ LGSന് വേണ്ടി പ്രത്യേകമായി നിങ്ങൾ നോക്കിയിരിക്കേണ്ട ഏരിയകൾ, ശ്രദ്ധിക്കേണ്ട ഏരിയകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായിട്ട് രാഷ്ട്രീയ സാമൂഹ്യ മുന്നേറ്റങ്ങളും നവോത്ഥാന നായകന്മാരും, അവിടെ ദേശീയ പ്രസ്ഥാനവും നവോത്ഥാനവും പഠിക്കുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് അവിടെ പഠിച്ച കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. പക്ഷേ ഇവിടെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടില്ല. കാരണം അവിടെ പഠിച്ച പോലെ പോരാ നവോത്ഥാനം. ഇവിടെ LGS പരീക്ഷയിൽ നവോത്ഥാന നായകന്മാർക്ക് കുറച്ചുകൂടെ നല്ല പ്രാധാന്യമുണ്ട്. അതേപോലെ ഒരു ടോപ്പിക്കാണ് രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ. രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ എന്ത് ചെയ്യണം? ഓർഗാനിക് കെമിസ്ട്രിയിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. ഓക്കെ, സോപ്പ്, ചീപ്പ്, കണ്ണാടി, മറ്റേ പരിപാടികളുണ്ടല്ലോ, സോപ്പ്, ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ സോപ്പ്, സിമെൻറ്റ്, ഗ്ലാസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ നിർമ്മാണം, അങ്ങനെയുള്ള ഓർഗാനിക് കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും എന്നുള്ള ചാപ്റ്റർ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. ഹായ്, എല്ലാവരുടെയും ഒരു സംശയമാണ്, ഞാനിപ്പോൾ LDC പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ LDC പഠിക്കുന്നതുകൊണ്ട് എനിക്ക് LGS എന്തായാലും കിട്ടില്ലേ എന്നുള്ളതാണ്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ കുറേ പേര് ചോദിക്കാറുണ്ട്. അതിൻ്റെ യഥാർത്ഥ ഉത്തരം, LDCക്ക് പഠിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു സിലബസിനുള്ളിൽ LGSൻ്റെ വളരെ വലിയൊരു ശതമാനം ഭാഗം കവർ ചെയ്യപ്പെടും. പക്ഷെ നിങ്ങൾക്ക് LGS കിട്ടണമെന്ന് നിർബന്ധമില്ല. കാരണം നിങ്ങൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു അയ്യപ്പനും കോശി എന്ന് പറഞ്ഞ സിനിമയിൽ പറയുന്നൊരു ഡയലോഗുണ്ട്. നമ്മളെ ബിജുമേനോൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന ആ സ്ത്രീ കഥാപാത്രം നമ്മുടെ പൃഥ്വിരാജിനോട് പറയുന്നൊരു ഡയലോഗുണ്ട്, നീ ലോകം മുഴുവൻ കണ്ടിട്ടുണ്ടാവും, പക്ഷെ നീ അടുത്തു നിന്ന് കാണേണ്ട പലതും കണ്ടിട്ടില്ല എന്നുള്ളത്. അതേ സംഭവമാണ് അങ്ങനെയുള്ള ആളോട് പറയാനുള്ളത്. അതായത് നിങ്ങൾ പഠിക്കേണ്ട പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടാവും. LDCക്ക് വേണ്ടി, +2 ലെവലിന് വേണ്ടി, ഡിഗ്രി ലെവലിന് വേണ്ടിയൊക്കെ പലതും പഠിച്ചിട്ടുണ്ടാവും. ഡിഗ്രി ലെവലിന് വേണ്ടി പഠിച്ചവർ ഇവിടെ ഉണ്ടാവില്ല, LGS വേരിയസ് ആണല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും നല്ല ഡെപ്ത് പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ പഠിക്കേണ്ട വളരെ സിമ്പിളായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, അതൊരു പക്ഷേ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, LGSൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യ റാങ്കുകളിലേക്ക് എത്താൻ പറ്റണമെന്നില്ല. കാരണം ഇതിനായിട്ട് കുത്തി മറയുന്ന ആളുകൾ പഠിക്കേണ്ട കുറേ സംഗതികളുണ്ട്, അത് പഠിക്കാതെ പോകും എന്നുള്ളതാണ്. ആ ഒരു സിലബസ് കവർ ചെയ്യുന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് സംഭവിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരംകാരുടെ പരീക്ഷ കഴിഞ്ഞു, കൊല്ലംകാരുടെയും കണ്ണൂർക്കാരുടെ ഇതാ ഇപ്പോൾ കഴിയാൻ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെതിലേക്ക്, അതായത് ഈ ഒരു LGS പഠനത്തിലേക്ക് മാത്രമായിട്ട് കുറേ ഒരു ശ്രദ്ധ ചെലുത്തേണ്ട ഭാഗങ്ങളുണ്ട്. അതൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. LDCയുടെ സിലബസിൽ പെടാത്ത അല്ലെങ്കിൽ LGSന് വേണ്ടി പ്രത്യേകമായി നിങ്ങൾ നോക്കിയിരിക്കേണ്ട ഏരിയകൾ, ശ്രദ്ധിക്കേണ്ട ഏരിയകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ അതിന് മുമ്പേ തന്നെ ഒരു കാര്യം പറയട്ടെ, LGSൻ്റെ ഒരു ബാച്ച് ഇപ്പോൾ എൻ്റെ പേരിലുള്ള ഒരു സ്പെഷ്യൽ ബാച്ച് ഈ ഒരു ആഗസ്റ്റ് 20-ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക്, അതായത് ഒരു ഗൈഡൻസ് വേണം, ഒരു മെൻറ്റർഷിപ്പിൽ മുന്നോട്ടേക്ക് പോകണം, ഇപ്പോൾ എൻ്റെ നിർദ്ദേശത്തിൽ പഠിച്ചു പോകണം എന്നൊക്കെ താല്പര്യമുള്ളവർക്ക് ആ ഒരു ബാച്ചിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒന്ന് ഈ ഒരു സിലബസിൻ്റെ കാര്യം നോക്കാം. നോക്കി, നിങ്ങൾ പൊതുവിജ്ഞാനം ഒന്നാമത്തെ മൊഡ്യൂൾ ഓക്കെ, കുഴപ്പമില്ല. കാരണം എന്താ, നിങ്ങൾക്ക് ഇന്ത്യ ചരിത്രമുണ്ട്. ആ ഇന്ത്യ ചരിത്രത്തിൻ്റെ ഒതുങ്ങുന്നതാണ് ഇതിൽ ഈ ഒന്നാമത്തെ രണ്ടാമത്തെ മൊഡ്യൂൾ. ഇന്ത്യ ചരിത്രത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടവും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ചരിത്രവും ഒക്കെ നിങ്ങൾ എവിടെ പഠിക്കുന്നുണ്ട്? അവിടെ ചരിത്രത്തിൽ പഠിക്കുന്നുണ്ട് അല്ലേ? ഇന്ത്യ ചരിത്രത്തിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു 10 മാർക്കിനുള്ള സ്കോപ്പ് ഉണ്ട്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യണം, വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാനുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് നോക്കിയേ, നിങ്ങൾ ഇതാ ഈ സ്വാതന്ത്ര്യ സമരകാലവുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ സാമൂഹ്യ മുന്നേറ്റങ്ങൾക്ക് അവിടെ നിങ്ങൾ ഫുള്ളായിട്ട് നല്ല ഡെപ്ത് തന്നെ പഠിച്ചിട്ടുണ്ടാവും. ദേശീയ പ്രസ്ഥാനങ്ങൾ, INC മുതൽ അങ്ങോട്ടേക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈ ഒരു സ്വാതന്ത്ര്യ സമര സേനാനികൾ ഒന്ന് നന്നായിട്ട് ഇവിടെ നോക്കണം. അതിന് നല്ല പ്രാധാന്യമുണ്ട്. കാരണം അവിടെ നിങ്ങൾ ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജിയുടെ പങ്കിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഈ ഒരു ഏരിയ അങ്ങനെ പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ മറ്റ് സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് നന്നായിട്ട് എന്ത് ചെയ്യണം, ഇവിടെ പഠിച്ചു വെക്കണം. പിന്നെ ഭരണ സംവിധാനങ്ങൾ, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വന്നത് മുതൽ ഇങ്ങോട്ടേക്കുള്ള ബ്രിട്ടീഷുകാരുടെ ഭരണ സംവിധാനങ്ങൾ, അതായത് ഗവർണർ ജനറൽമാർ, വൈസ്രോയിമാർ, മറ്റ് നിയമങ്ങൾ അല്ലേ, അതേപോലെ തന്നെ അതിനുശേഷം ഇവിടെ വന്നിട്ടുള്ള ഇടക്കാല ഗവൺമെൻറ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇവിടെ അറിഞ്ഞിരിക്കണം. അതൊന്നും അവിടെ നമ്മൾ കാര്യമായിട്ട് നോക്കിയിട്ടുണ്ടാവില്ല. ആ രീതിയിലാണ് ഈ ഒന്നാമത്തെ മൊഡ്യൂൾ നിങ്ങൾക്ക് എക്സ്ട്രാ പഠിക്കാനുള്ള സാധനം, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ LDC കഴിഞ്ഞ പാടെ അല്ലെങ്കിൽ ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളുകൾ ഇനി അങ്ങോട്ടേക്ക് ആദ്യം ഈ ടോപ്പിക്കുകൾ നന്നായിട്ട് പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നോക്കിയാൽ രണ്ടാമത്തെ മൊഡ്യൂളിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ചരിത്രം അവിടെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. പക്ഷെ അവിടെ നിങ്ങൾക്ക് ആകെയുള്ള എന്താണ്, സംസ്ഥാന പുനഃസംഘടന, വിദേശ നയം, ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ പുരോഗതി, ഇങ്ങനെയാണ് എടുത്തു പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഇവിടെ ഒരു കാര്യം നോക്കണം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളി എന്ന് പറയുമ്പോൾ സംസ്ഥാന പുനഃസംഘടന തന്നെയാണ് അല്ലേ? നാട്ടുരാജ്യങ്ങളുടെ സംയോജനവും സംസ്ഥാന പുനഃസംഘടനയും കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ വരുന്നത്. അപ്പം ആ ഒരു കാര്യങ്ങൾ തന്നെയാണ് അത് അവിടെ പഠിച്ചതാണ്. പക്ഷേ ഇവിടെ അതെന്ത് ചെയ്യണം, കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് നോക്കിയിരിക്കണം. ഇത് അവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. യുദ്ധങ്ങൾ അല്ലേ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ പാകിസ്ഥാനുമായിട്ടും ചൈനയുമായിട്ടും ഒക്കെ നടന്നിട്ടുള്ള യുദ്ധങ്ങൾ നല്ല രീതിയിൽ തന്നെ നല്ല ലെവൽ തന്നെ പഠിച്ചു വെക്കണം. പിന്നെ ഇവിടെ പഞ്ചവത്സര പദ്ധതികൾ കൊടുത്തിട്ടുള്ളത്. പഞ്ചവത്സര പദ്ധതികൾ നിങ്ങൾ അവിടെ സാമ്പത്തിക ശാസ്ത്രത്തിൽ വിശദമായിട്ട് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? പഠിക്കാത്തവർ പഠിച്ചാൽ മതി.
വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും. അവിടെ ശാസ്ത്ര സാങ്കേതിക മേഖല എന്ന് പറഞ്ഞിട്ട് പഠിക്കുന്നുണ്ട്. ശാസ്ത്ര സാങ്കേതിക മേഖല, വിദ്യാഭ്യാസ മേഖല, ബഹിരാകാശം, ഇങ്ങനെയുള്ള, അത് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ പെടുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മേഖലകളിൽ വന്നിട്ടുള്ള പുരോഗതി ഒന്ന് ഇവിടെ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഇവിടെ LGSന് 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ചരിത്രം, ആ ഒരു ചാപ്റ്റർ തന്നെയാണ് ഇവിടെ ഭൂരിഭാഗം ചോദ്യങ്ങളും വരാറുള്ളത്. പക്ഷേ ചില പരീക്ഷകളിൽ അല്ലാതെ വരും. അതുകൊണ്ട് ആ രീതിയിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ചരിത്രം പഠിച്ചു വെക്കണം. പിന്നെ ഇവിടെ നമ്മുടെ രാഷ്ട്രപതിമാരെക്കുറിച്ചും അതേപോലെ തന്നെ പ്രധാനമന്ത്രിമാരെ കുറിച്ചും കൂടെ അറിഞ്ഞിരിക്കണം. ഈ 2 മൊഡ്യൂളുകളായിട്ട് അവിടെ നിന്ന് ഭരണ സംവിധാനം ഇവിടെയുമായിട്ട് അതും കൂടെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഇന്ത്യയിലെ രാഷ്ട്രപതിമാർ, ആദ്യത്തെ ആൾ മുതൽ ഇങ്ങോട്ടേക്കുള്ള ആളുകൾ, അതേപോലെ തന്നെ പ്രധാനമന്ത്രിമാർ, ഇത്രയും ഇവിടെ അഡീഷണൽ ആയിട്ട് പഠിക്കണം. LGS ലെവൽ ആ കാര്യങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. ഈ തിരിച്ചറിവോട് കൂടി വേണം ഇവിടത്തേക്ക് ഇറങ്ങിത്തിരിക്കാൻ. അല്ലാതെ ഞാൻ LDC മുഴുവനായിട്ട് പഠിച്ചാൽ അപ്പോൾ LGS എന്തായാലും കിട്ടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളെ വെറുതെ ആശ്വസിപ്പിക്കലാവും. പക്ഷെ നിങ്ങൾക്ക് അവിടെ കിട്ടും. എന്ത്? വളരെ വലിയൊരു ശതമാനം ചോദ്യങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. അത്രയേ ഉള്ളൂ. ഇനി 3ാമത്തെ മൊഡ്യൂൾ നോക്കിയേ, പൗരൻ്റെ അവകാശങ്ങളും കടമകളും. പിന്നെ ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ. ഇതിൽ പൗരൻ്റെ അവകാശങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വിവരാവകാശ നിയമങ്ങളൊക്കെ നിങ്ങൾ അവിടെ സുപ്രധാന നിയമങ്ങൾ പഠിക്കുന്നുണ്ട്. അതേപോലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇവിടെ കൂടുതലും ചോദിക്കുക എന്താണ്? മൗലികാവകാശങ്ങളും മൗലിക കടമകളാണ് കൂടുതലും വരിക. അതും അവിടെ ഭരണഘടനയിൽ നിങ്ങൾ പഠിക്കുന്നതാണ്. പിന്നെ മറ്റുള്ള സേവനാവകാശ നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, മനുഷ്യാവകാശ നിയമത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഒന്ന് ഇവിടെ എന്ത് ചെയ്യണം? അഡീഷണൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. മനുഷ്യാവകാശം നിങ്ങൾ അവിടെ പഠിക്കുന്നുണ്ട്, സുപ്രധാന നിയമങ്ങൾ പഠിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് അവിടെ ഇന്ത്യയിലെ മനുഷ്യാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ നിയമം ആ ലെവലിലാണ് പഠിക്കുന്നത്. ഇവിടെ അതല്ലാതെ എന്താണ് നമ്മുടെ മനുഷ്യാവകാശ പ്രഖ്യാപനം December 10 അങ്ങനെയുള്ള കാര്യങ്ങൾ മുതലുള്ള കുറച്ച് ബേസിക് നോളജ് ഇവിടെ ഉണ്ടാക്കണം. പിന്നെ ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ. ഇവിടെ ഭരണഘടന നിങ്ങൾ അവിടെ LDCക്ക് എന്താണ് ആമുഖം, പൗരത്വം, ഇങ്ങനെ പറഞ്ഞ ഓരോ ടോപ്പിക്കായിട്ട് തന്നെ ഡീറ്റെയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഡെപ്ത് നിങ്ങൾക്ക് അവിടെ ഉണ്ട്. പക്ഷേ എന്താണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഭരണഘടനയുടെ സവിശേഷതകൾ, വിശേഷണങ്ങൾ, അല്ലേ, അതിനെ വിശേഷിപ്പിച്ച പല ആളുകൾ, അങ്ങനെയുള്ള കുറേ ബേസിക് നോളജ് ഉണ്ട്. അതുകൂടെ ഇവിടെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യാനുള്ളൂ. ഓക്കെ. ഇനി 4ാമത്തെ മൊഡ്യൂൾ, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ വിശദമായിട്ട് നിങ്ങൾ അവിടെ പഠിച്ചിട്ടുള്ളതാണ്. അതിർത്തികൾ, അതിർത്തി രേഖകൾ, അതിർത്തി രാജ്യങ്ങൾ, അതൊന്നും ഇവിടെ കൂടുതലായിട്ട് പഠിക്കുക. അത് അവിടെ നിങ്ങൾ കാര്യമായി നോക്കിയിട്ടുണ്ടാവില്ല. ഇവിടെ അത് പ്രത്യേകം വളരെ ഇമ്പോർട്ടൻ്റ്. ഇങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ട് അതിർത്തികൾ, അതിർത്തി രേഖകൾ, അതിർത്തി രാജ്യങ്ങൾ, അതൊക്കെ നല്ല വിശദമായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചെടുക്കണം. പിന്നെ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ, കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ. അതായത് LDCക്ക് ഇല്ലാത്തൊരു പ്രാധാന്യം ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കും കേരളത്തിലെ സംസ്ഥാനങ്ങൾക്കും എന്തിന് വരാറുണ്ട്? LGSന് വരാറുണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾ ഓരോ സംസ്ഥാനങ്ങളും ഓരോ ജില്ലകളും നല്ല അരിച്ചു പെറുക്കി പഠിക്കണം നിർബന്ധമില്ല. പക്ഷെ എന്ത് ചെയ്യണം? മറ്റുള്ള ടോപ്പിക്കുകളായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആ ഓരോ സംസ്ഥാനങ്ങളിലും വരുന്ന, ഓരോ ജില്ലകളിലും വരുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. അടിസ്ഥാന വിവരങ്ങൾ, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ, കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ, അത് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പ്രത്യേകം എഫേർട്ട് ഇട്ട് പഠിക്കണം. അത് LDCക്ക് കിട്ടിയത് മതി എന്ന് വിചാരിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പല ചോദ്യങ്ങളും മിസ്സാവും. ഓക്കെ, അതാണ് ഇവിടെ നോക്കാനുള്ളത്. കേരളത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇത് നദികളും കായലുകളും അവിടെ പഠിച്ചിട്ടുള്ളതാണ്. വിവിധ വൈദ്യുത പദ്ധതികൾ പ്രത്യേകം നോക്കണം. അത് അവിടെ പ്രത്യേകമായിട്ട് പഠിച്ചിട്ടില്ല. അതേപോലെ മത്സ്യബന്ധനം നോക്കണം. വനം, വന്യജീവി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ടോപ്പിക് ഉള്ളതുകൊണ്ട് വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും എല്ലാം നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ടാവും, അല്ലേ? പക്ഷി സങ്കേതങ്ങളും ബയോസ്ഫിയർ റിസർവുകളൊക്കെ അവിടെ പഠിച്ചിട്ടുണ്ടാവും. പഠിക്കാത്തവർ ഇവിടെ നന്നായിട്ട് പഠിക്കണം കേട്ടോ അത്. പിന്നെ കേരളത്തിൻ്റെ കായിക രംഗവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രത്യേകം തന്നെ ഇവിടെ നോക്കണം. അത് കേരളത്തിൻ്റെ കാര്യത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിരിക്കുന്ന ടോപ്പിക്. കാരണം ഇവിടെ 10 മാർക്ക് ഉണ്ട്. ഈ മേഖലയിൽ നിന്ന് ഇങ്ങനെ തന്നെ മാർക്കുകൾ കൂടുതലായിട്ട് കയറി വരാറുണ്ട്. അതുകൊണ്ട് ഈ മേഖലകളൊക്കെ നന്നായിട്ട് തന്നെ ഇൻ ഡെപ്ത് ഉണ്ടാക്കിയെടുക്കണം. അത് അവിടെ പഠിക്കാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇത് അവിടെ നിന്ന് വ്യത്യാസമുള്ള കുറേ കാര്യങ്ങളാണ്. ഇനി ഈ ഒരു മൊഡ്യൂൾ നോക്കി, 6ാമത്തെ മൊഡ്യൂൾ കേരള ചരിത്രമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായിട്ട് രാഷ്ട്രീയ സാമൂഹ്യ മുന്നേറ്റങ്ങളും നവോത്ഥാന നായകന്മാരും, അവിടെ ദേശീയ പ്രസ്ഥാനവും നവോത്ഥാനവും പഠിക്കുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് അവിടെ പഠിച്ച കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. പക്ഷേ ഇവിടെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടില്ല. കാരണം അവിടെ പഠിച്ച പോലെ പോരാ നവോത്ഥാനം. ഇവിടെ LGS പരീക്ഷയിൽ നവോത്ഥാന നായകന്മാർക്ക് കുറച്ചുകൂടെ നല്ല പ്രാധാന്യമുണ്ട്. നല്ല രീതിയിൽ ഓരോരുത്തരെക്കുറിച്ചും നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറിഞ്ഞിരിക്കണം. അതൊന്ന് നന്നായിട്ട് അവിടത്തേക്കാളും പഠിച്ചു വെക്കണം. LDCയിൽ അവിടെ നിങ്ങൾക്ക് ഓരോരുത്തരെക്കുറിച്ച് വലിയ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ലെങ്കിലും നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, അല്ലേ, അതിനെക്കുറിച്ചൊക്കെ അങ്ങ് ഒരു രീതിയിൽ അങ്ങ് പോയാൽ തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് മാർക്ക് കിട്ടിക്കോളും. പക്ഷെ ഇവിടെ കിട്ടണമെങ്കിൽ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കണം. കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, അവിടെ ആകെ എന്താണ്, ആകെ ചിലപ്പോൾ ഒരു ചോദ്യം ആകെ കേരള ചരിത്രത്തിൽ നിന്ന് തന്നെ ഉണ്ടാവുള്ളൂ. അത് ചിലപ്പോൾ ഒരു പക്ഷേ നവോത്ഥാനമായിരിക്കും, അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനമായിരിക്കും. അങ്ങനെയാണല്ലോ LDCയിൽ നടക്കുക. ഇനി 7ാമത്തെ മൊഡ്യൂള് വിവിധ മേഖലകൾ എന്നുള്ള മൊഡ്യൂളാണ്. ഇതിൽ കല, കായിക മേഖല, സാംസ്കാരിക മേഖല, സാഹിത്യ മേഖല, ഇത് നിങ്ങൾക്ക് ഒരു 5 മാർക്കിൻ്റെ മൊഡ്യൂളായിട്ട് LDCയിൽ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ ഈ മേഖലകളൊക്കെ വിശദമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതൊഴികെയുള്ള ശാസ്ത്ര സാങ്കേതിക മേഖല, പിന്നെ രാഷ്ട്രീയ സാമ്പത്തിക മേഖല,
ഇത്രയും മേഖലകൾ. ശാസ്ത്ര സാങ്കേതിക മേഖല പ്രത്യേകിച്ചും കേരളം, ഇന്ത്യ പ്രത്യേകിച്ചും കേരളം, ദെൻ ഇന്ത്യ, ദെൻ എന്താണ് രാഷ്ട്രീയ മേഖല, കേരളത്തിലെ രാഷ്ട്രീയം. നമ്മൾ എന്താണ് കേരളത്തിലെ ആദ്യ മന്ത്രിസഭ മുതൽ ഇങ്ങോട്ടേക്കുള്ള പ്രധാന സംഭവങ്ങൾ, കാര്യങ്ങൾ, ഇപ്പോഴത്തെ മന്ത്രിസഭ, അങ്ങനെയുള്ള രാഷ്ട്രീയ മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും ശാസ്ത്ര സാങ്കേതിക മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും അറിഞ്ഞിരിക്കണം. ഇത് കേരളം, ഇന്ത്യ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കേരളത്തെക്കുറിച്ചോ ഇന്ത്യയെക്കുറിച്ചോ വരാം. ഓക്കെ, ഇത് ഏത് മേഖല, കേരളത്തിൻ്റെ എന്നൊന്നും പ്രത്യേകം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കേരളത്തെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചൊക്കെ ഈ വിവിധ മേഖലകളിൽ നിന്ന് ചോദ്യം വരാം. പിന്നെ ഇവിടെയാണ് സാമ്പത്തിക മേഖല വരുന്നത്, വിവിധ മേഖലകളിൽ. അതുകൊണ്ടാണ് LGSന് സാമ്പത്തിക ശാസ്ത്രം പഠിക്കേണ്ടി വരുന്നത്. പലരും അത് അറിയാറില്ല. പക്ഷേ LDCക്ക് നിങ്ങൾ സാമ്പത്തിക ശാസ്ത്രം വിശദമായിട്ട് പഠിച്ചുകൊണ്ട് ഇവിടെ വലിയ വിഷയം നിങ്ങൾക്ക് വരില്ല. പക്ഷേ ഇവിടെ എന്ത് ചെയ്യണം, നിങ്ങൾ 5 മുതൽ 10 വരെയുള്ള SCERT ചാപ്റ്ററുകൾ നോക്കിയിരിക്കണം. അവിടെ നിന്ന് 2-3 മാർക്ക് ചിലപ്പോൾ കിട്ടും. ഇവിടെ ആകെ 5 മാർക്ക് ചെയ്യില്ലെങ്കിലും പല പരീക്ഷകളിലും അത് 5 മുതൽ 10 വരെ മാർക്കായിട്ട് മാറാറുണ്ട്. കറണ്ട് അഫയേഴ്സിൻ്റെ മാർക്ക് കുറഞ്ഞിട്ട് ഇവിടെ 10 വരെയൊക്കെ കയറാറുണ്ട്. അങ്ങനെയാകുമ്പോൾ സാമ്പത്തിക മേഖലയിൽ നോക്കുക 2-3 ചോദ്യങ്ങളും 4-5 ചോദ്യങ്ങൾ വരെ വന്നിട്ടുള്ള സന്ദർഭങ്ങളും ഉണ്ട്. അതുകൊണ്ട് 5 മുതൽ 10 വരെയുള്ള SCERT അവിടെ വേണം. അതാണ് മൊത്തം GK വിഷയങ്ങളുടെ എണ്ണത്തിൻ്റെ കാര്യം. പിന്നെ ആനുകാലികം, കറണ്ട് അഫയേഴ്സ് നിങ്ങൾ എന്താണ് LDCക്ക് വേണ്ടി നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിവിടെ ഗുണം ചെയ്യും. പിന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇവിടെ LGS പരീക്ഷ ചോദിക്കുക. പ്രത്യേകിച്ചും കേരളത്തെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചുമാണ് പ്രാധാന്യം. ലോകത്തെക്കുറിച്ചുള്ള ഇൻ ഡെപ്ത് നോളജ് LDCക്ക് ഉണ്ടാക്കിയ പോലെ നിങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ലോകത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികൾ മാത്രം, ഒരു ചുരുക്കത്തിലുള്ള സംഗതികൾ മാത്രം നോക്കി വെച്ചാൽ മതി. അതൊരു അവസാന ദിവസങ്ങളിൽ ഒന്ന് നോക്കി വെച്ചാൽ മതി. പ്രധാന സ്ഥാന മാറ്റങ്ങൾ, ഭരണാധികാരികളുടെ മാറ്റങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ നടന്ന സ്ഥലങ്ങൾ, പരിസ്ഥിതി സമ്മേളനം, അങ്ങനെയുള്ള സമ്മേളനങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് മാത്രമേ ലോകത്തെക്കുറിച്ച് വേണ്ടിയുള്ളൂ. കേരളത്തെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചുമാണ് കറണ്ട് അഫയേഴ്സിന് LGSന് കൂടുതൽ പ്രാധാന്യം വരിക. ഓക്കെ, ദെൻ സയൻസിൻ്റെ കാര്യം നോക്കാം നമുക്ക്. ജീവശാസ്ത്രം, നിങ്ങൾ LDCക്ക് പഠിച്ച ആ ടോപ്പിക്കിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ചെറിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇതാണ്. കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങൾ, വനവിഭവങ്ങൾ, സാമൂഹിക വനവൽക്കരണം, ഇങ്ങനെ പ്രത്യേകമായിട്ട് എടുത്തു കൊടുത്തിട്ടുണ്ട്. ഈ കൊടുത്ത സാധനമാണ് അവിടെ പരിസ്ഥിതി പ്രശ്നമായിട്ട് അങ്ങ് മാറുന്നത്. ആ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഇതൊക്കെ ഒതുങ്ങുന്നതാണ്. പക്ഷേ LGSന് ഇങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ചോദ്യങ്ങൾ വരും. കാരണം ഇവിടെ 5 ടോപ്പിക് 5 മാർക്കാണ്. അതുകൊണ്ട് ഈ കേരളത്തിലെ ഓരോ ഭക്ഷ്യവിളകളെക്കുറിച്ചും അതിൻ്റെ സവിശേഷതകളെക്കുറിച്ചും വളരെ പ്രധാനപ്പെട്ട രീതിയിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കണം. അവിടത്തേക്കാൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇവിടെ പഠിക്കണം. അതേപോലെ തന്നെ വനം, വനവിഭവങ്ങൾ, സാമൂഹിക വനവൽക്കരണം എന്നിങ്ങനെ ടോപ്പിക്കുകൾ LGSന് പ്രത്യേകമായിട്ട് നല്ല രീതിയിൽ നോക്കേണ്ടതാണ്. വനങ്ങൾ നിങ്ങൾ അവിടെ നോക്കിയിട്ടുള്ളതാണ്. വനം, വന്യജീവി നിങ്ങൾക്ക് ഉണ്ട്, പഠിച്ചിട്ടുണ്ട്. പക്ഷെ എന്തായാലും കേരളത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കേരളത്തിലെ വനം, വന്യജീവി സംരക്ഷണത്തെക്കുറിച്ചൊക്കെ, സംരക്ഷണ കേന്ദ്രങ്ങളെക്കുറിച്ചും ഭക്ഷ്യ സംരക്ഷണ കേന്ദ്രങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പഠിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. കാരണം ഇവിടെ ഭൂമിശാസ്ത്രത്തിലും ചോദ്യം വന്നേക്കാം. ഓക്കെ, ദെൻ സയൻസിൽ ഇവിടെയും ചോദ്യം വന്നേക്കാം. അതുകൊണ്ട് ഈ ഒരു ഏരിയ, വനവിഭവങ്ങൾ, അങ്ങനെയുള്ള ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ അവിടെ ഉള്ളതാണ്. ബാക്കി ഈ ഒരു 2 ടോപ്പിക്കിൽ മാത്രമാണ് LDCയിൽ നിന്ന് വ്യത്യസ്തം. അപ്പോൾ ഇത് പ്രത്യേകം നിങ്ങളുടെ റാങ്ക് ഫയൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ബാച്ചിലാണെങ്കിൽ അങ്ങനെയുള്ള ക്ലാസ്സുകൾ തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഒരു ബാച്ചിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ ഓൾറെഡി LDCക്ക് പഠിച്ചവരായാലും LGSന് പുതിയതായിട്ട് ഇപ്പോൾ തുടങ്ങുന്നവരായാലും എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ടേക്ക് പോവുക. നിങ്ങൾക്ക് എല്ലാവർക്കും പഠിച്ചു തീർക്കാൻ പാകത്തിലാണ് ഓരോ ദിവസവും ടോപ്പിക്കുകളും കാര്യങ്ങളൊക്കെ തരിക കേട്ടോ. ഓക്കെ, ദെൻ ഇനി ഭൗതിക ശാസ്ത്രവും രസതന്ത്രവും കൂടെ 5 മാർക്ക് ഉള്ളതിൽ 12 ടോപ്പിക് ഉണ്ട്. അവിടെ നിന്നാണ് 5 മാർക്ക് ഉള്ളത്. അപ്പോൾ അവിടെ ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയൊക്കെ LDCക്ക് വേണ്ടി നിങ്ങൾ നന്നായിട്ട് പഠിക്കും. കാരണം ആറ്റം, തന്മാത്ര എന്നൊക്കെ പറഞ്ഞുള്ളത് കൊണ്ട് അവിടെ ആറ്റത്തിൻ്റെ ഘടനയും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും. പിന്നെ അയിരുകളും ധാതുക്കളും ഒന്ന് വിശദമായിട്ട് പഠിച്ചെടുക്കുക. കാരണം അവിടെ ലോഹങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ 10ാം ക്ലാസ്സിൽ 4ാമത്തെ ചാപ്റ്ററൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ ഒരു ടേബിളിൽ തന്നെയാണ് സ്ഥിരം ചോദ്യം വരിക. പക്ഷേ ഇവിടെ സിമ്പിളായിട്ടുള്ള കുറേ ചോദ്യങ്ങൾ വേറെയും മറ്റ് അയിരുകളും ധാതുക്കളും ഉണ്ട്. നന്നായിട്ട് പഠിക്കേണ്ട ഒരു സാധനമാണ്. മൂലകവും വർഗീകരണവും അവിടെ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ടാവും. ലോഹം, അലോഹം, ഉപലോഹം, ആ വർഗീകരണം, അതുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞന്മാർ ഓരോന്നിൻ്റെയും പ്രത്യേകതകളൊക്കെ അവിടെ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഹൈഡ്രജനും ഓക്സിജനും പറഞ്ഞ ടോപ്പിക് അവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. ഹൈഡ്രജനെ കുറിച്ചും ഓക്സിജനെ കുറിച്ചൊക്കെ പല ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ അത് ഡീറ്റെയിൽ ആയിട്ട് ഹൈഡ്രജൻ, ഓക്സിജൻ എന്നുള്ള രീതി തന്നെ നന്നായിട്ട് പഠിക്കണം. അതേപോലെ ഒരു ടോപ്പിക്കാണ് രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ. രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ എന്ത് ചെയ്യണം? ഓർഗാനിക് കെമിസ്ട്രിയിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. ഓക്കെ, സോപ്പ്, ചീപ്പ്, കണ്ണാടി, മറ്റേ പരിപാടികളുണ്ടല്ലോ. സോപ്പ്, ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ സോപ്പ്, സിമൻറ്റ്, ഗ്ലാസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ നിർമ്മാണം, അങ്ങനെയുള്ള ഓർഗാനിക് കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും എന്നുള്ള ചാപ്റ്റർ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. അതുകൊണ്ട് നല്ല രീതിയിൽ ആ ഒരു ടോപ്പിക് എന്ത് ചെയ്യണം? പഠിച്ചെടുക്കണം. പിന്നെ ദ്രവ്യവും പിണ്ടവും ഒക്കെ അവിടെ ദ്രവ്യത്തിൻ്റെ അവസ്ഥകൾ കെമിസ്ട്രിയിൽ ടോപ്പിക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. പിണ്ടം കൊടുത്തിട്ടുണ്ട്. ദ്രവ്യം, യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. പ്രവൃത്തിയും ഊർജ്ജവും അതിൻ്റെ പരിവർത്തനമൊക്കെ അവിടെ പഠിക്കുക. പ്രവൃത്തി, ഊർജ്ജം, പവർ, അവിടെ തന്നെ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുക.
പഠിക്കും. ഊർജ്ജ പരിവർത്തനം ഓരോന്നിലേക്കും അങ്ങോട്ടേക്കുള്ള മാറ്റങ്ങൾ കൃത്യമായി പഠിച്ചിട്ടില്ലെങ്കിൽ അതൊന്ന് പഠിക്കുക. ബേസിക് ആയിട്ടുള്ള നോളജാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. താപവും ഊഷ്മാവും അവിടെ പഠിച്ച ടോപ്പിക്കാണ്. താപം പ്രകൃതിയിലെ ചലനങ്ങൾ ടോപ്പിക്കായിട്ട് പഠിച്ചിട്ടുണ്ട്. ബലങ്ങളും ടോപ്പിക്കായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. ശബ്ദവും ടോപ്പിക്കായിട്ട് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. പ്രകാശവും ടോപ്പിക്കായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. പിന്നെ പഠിച്ചിട്ടില്ലാത്ത ഇതാണ് സൗരയൂഥവും സവിശേഷതകളും. ഇതവിടെ നിങ്ങൾ പഠിക്കുന്നില്ല. അവിടെ നിങ്ങൾ കറണ്ട് അഫയേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ISROയുടെ ദൗത്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് സിലബസിൽ ഉള്ളൂ. സൗരയൂഥവും സവിശേഷതകളും കൊടുത്തിട്ടില്ല. ഇവിടെ സൗരയൂഥം, അതിലുള്ള ഗ്രഹങ്ങളുടെ ഉപഗ്രഹങ്ങൾ, മറ്റു പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ പഠിക്കണം. ഇത് LGSനൊക്കെ ഉള്ള പ്രത്യേകമായിട്ട് പഠിക്കേണ്ട ഏരിയകളാണ്. അപ്പം ഈ ഞാൻ റൗണ്ട് ചെയ്ത് തന്നിരിക്കുന്ന ഏരിയകൾ അത് നല്ല പ്രാധാന്യത്തോടുകൂടി ആദ്യം അത് പഠിച്ചു തീർക്കുക. ബാക്കിയുള്ള നിങ്ങൾക്ക് റിവിഷനാണ്. കാരണം നിങ്ങൾ LDCക്ക് വേണ്ടി പഠിച്ച ആളുകളാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അത് റിവിഷൻ ആയിരിക്കും. ബാക്കി ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. പൊതുജനാരോഗ്യത്തിൽ ഒരു പ്രശ്നവുമില്ല. എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾ അവിടെ LDCക്ക് വേണ്ടി പഠിച്ചാൽ, രോഗങ്ങളും രോഗകാരികളും ആരോഗ്യ വിജ്ഞാനം, ജീവിതശൈലി രോഗങ്ങൾ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾ അവിടെ കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ള ടോപ്പിക്കാണ്. ഇനി മാത്സിൻ്റെ കാര്യം എന്താണ്? മാത്സ് LDCയുടെ മാത്സ് പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം, അതിന് നന്നായിട്ട് വർക്ക് ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം LGSൻ്റെ മാത്സ് എന്തല്ല, ഒരു വിഷയമല്ല, അതിനേക്കാളും എത്രയോ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കുകളാണ്. പക്ഷെ അത് ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇതെല്ലാം എനിക്ക് കിട്ടിക്കോളും എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. വളരെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് വേണ്ടത്. ഒരു പക്ഷേ അതൊക്കെ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ എന്ത് ചെയ്യണം, അടുത്തിടെ ഉറപ്പിക്കണം. ഇതേപോലെ തന്നെ അവിടെ പഠിച്ച ടോപ്പിക്കാണ് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും. ഇത് നിങ്ങൾ അവിടെ പലയിടത്തിലും ഉപയോഗിച്ചിട്ടുണ്ടാവും അല്ലേ? ഇത് പഠിക്കാതെ നിങ്ങൾക്ക് മറ്റു പല കാര്യങ്ങളും പല ഏരിയകളിലേക്ക് കണക്കുകൾ ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇതൊക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇല്ലാത്തവർ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഭിന്നസംഖ്യകൾ അവിടെ പഠിച്ചാണ്, ദശാംശങ്ങൾ അവിടെ പഠിച്ചാണ്, വർഗവും വർഗ്ഗമൂലവും നമ്മൾ അവിടെ പഠിച്ചിട്ടില്ല. ലസാഗു ഉസാഗ പ്രത്യേകം പഠിക്കുക. വർഗവും വർഗ്ഗമൂലവും ശരാശരി LDCക്ക് പഠിച്ചാണ് അല്ലേ? ലാഭവും നഷ്ടവും, സമയവും ദൂരവും, സമയവും പ്രവൃത്തിയും ഒക്കെ അവിടെ നമ്മൾ പഠിച്ചതാണ്. ഈ 2 ടോപ്പിക്കുകളാണ് ഇവിടെ പ്രത്യേകമായിട്ടൊന്ന് പഠിക്കാനുള്ളത്. പക്ഷേ ഇതും നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇത് വെച്ചിട്ടൊക്കെയുള്ള കണക്കുകൾ നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ എന്ത് ചെയ്യുക, ഇതിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഒന്ന് വളരെ ബേസിക് ആയിട്ടുള്ള കണക്കുകൾ ചെയ്ത് പഠിക്കുക. പിന്നെ ഈ സാധനങ്ങൾ മുഴുവൻ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, LDCയിൽ പഠിക്കുന്നതാണ്. ഈ പറയുന്ന ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള രീതികളും ശ്രേണികൾ, പിന്നെ ഈ സമാന ബന്ധം, തരംതിരിക്കൽ, ഇങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, ഒറ്റയാൻ വയസ്സുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ നോക്കി വെക്കുക. ഓക്കെ, വയസ്സുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ല. പക്ഷെ എന്താണ്, ചില പരീക്ഷകളിൽ ചോദ്യം വരും, പക്ഷേ സിമ്പിളാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, അതൊന്ന് നോക്കി വെക്കുക. സ്ഥാനനിർണ്ണയമൊക്കെ അവിടെ ടോപ്പിക് തന്നിട്ടുള്ളതാണ്. ഒറ്റയാനെ കണ്ടെത്തൽ, പിന്നെ ഈ സാധനം അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, തരംതിരിക്കൽ, സമാന ബന്ധം, ഇതൊക്കെ എന്ത് ചെയ്യുക, വളരെ സിമ്പിളായിട്ടുള്ള ഏരിയകളാണ്. നോക്കി ഒന്ന് കൈവച്ചേക്കുക. അത്രയേ ഉള്ളൂ. അവിടുത്തെ മാത്സ് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തവർക്ക് ഇവിടെ ഒരു വിഷയമല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, LDC എനിക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തിൽ, അല്ലെങ്കിൽ LDCക്ക് വേണ്ടി ഞാൻ പഠിച്ച് നല്ല സെറ്റായി നിൽക്കുകയാണ്, എനിക്ക് ഒന്നുകൊണ്ടും പേടിക്കാനില്ല എന്നുള്ള ആത്മവിശ്വാസത്തിൽ LGSനെ നിങ്ങൾ നോക്കിക്കാണുകയാണെങ്കിൽ ഒരു പക്ഷേ LGSന് നിങ്ങൾക്ക് LDCക്ക് നിങ്ങൾ നേടുന്ന അത്ര നല്ല റാങ്ക് നിങ്ങൾക്ക് നേടാൻ പറ്റില്ല. ഈ ഒരു അനുഭവം എനിക്ക് പണ്ടുണ്ടായിട്ടുണ്ട് അല്ലേ? 2008-2009 കാലഘട്ടത്തിൽ 2009 സർവീസ് കയറുന്നത്. LDC ഒക്കെ എഴുതിയിട്ടുണ്ടാവുന്നതിന് മുന്നെയാണ്, 2007-2008 ആയിരിക്കും. ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് സംഭവിച്ച അബദ്ധമാണത്. കാരണം ഞാൻ LGS ലെവൽ നോക്കിയിട്ടില്ല. LDC +2 ലെവൽ, ഡിഗ്രി ലെവൽ, അതിന് മുകളിലോട്ടുള്ള ആ ലെവലിൽ നോക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വിചാരം എന്താണ്, അതുകൊണ്ട് ഇവിടെയും കിട്ടിക്കോളുന്നില്ല. പക്ഷേ എനിക്ക് LDC കിട്ടിയ അത്ര നല്ല റാങ്ക് ഇവിടെ കിട്ടിയിട്ടില്ല. LGS കിട്ടി. LGS എൻ്റെ റാങ്ക് 300 ടണാണ്. LDC എനിക്ക് ഒന്ന് 22 32 അങ്ങനെ ഏതോ റാങ്കാണ്, 100-നുള്ളിലുള്ള ഒരു റാങ്കാണ്. പക്ഷേ LGS എനിക്ക് 300 ആയിരുന്നു റാങ്ക് കിട്ടിയിരുന്നത്. ഞാൻ ആ ഒരു ലെവൽ നോക്കിക്കൊണ്ടാണ്. അത് ആ ഒരു കാലഘട്ടത്തിലാണ്. ഇത് ഏത് കാലഘട്ടത്തിലെ സ്ഥിതി തന്നെയാണ്. പിന്നെ ഇപ്പോഴത്തെ സിലബസ് വെച്ചിട്ടുള്ള കാര്യമാണ്, ഞാൻ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു സിലബസ് വെച്ചിട്ടുള്ള കാര്യമാണ്. സിലബസിനെ കൃത്യമായി നിങ്ങളുടെ മുന്നിൽ കാണിച്ചുകൊണ്ട് ഉള്ള കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതുകൊണ്ട് ഇത് നന്നായിട്ട് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കുകൾ നന്നായിട്ട് പഠിച്ചാലാണ് നിങ്ങൾക്ക് LGSനും നല്ല ടോപ്പ് റാങ്ക് നേടാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അതല്ല, എൻ്റെ കൂടെ ചേർന്ന് ഈ ഒരു LGS ബാച്ചിൽ ചേർന്ന് നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹമെങ്കിൽ അല്ലെ, LGSന് നമുക്ക് 14 ജില്ലകളിലും ആദ്യ റാങ്ക് അടിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് എൻട്രിയും ഞാനൊക്കെ ഉള്ളത്. അപ്പോൾ എൻ്റെ ഗോൾഡ് ബാച്ചിൽ തന്നെ അങ്ങനെയുള്ള ആദ്യ റാങ്കുകാർ കടന്നു വരണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. ഒരു 10 ജില്ലയിലെങ്കിലും നമുക്ക് ആദ്യ റാങ്ക് അടിക്കണമെന്നുണ്ട്. അപ്പം മിടുക്കരായിട്ടുള്ള ആളുകൾ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാം എൻ്റെ കൂടെ കൂടാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ, അതിനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം. എന്ത് ചെയ്യാം, നമുക്ക് ആദ്യ റാങ്കുകളിലേക്ക് കുതിക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ.